നിങ്ങൾക്ക് മുന്നേ ഉള്ള തലമുറ ഈ രീതിയായിരുന്നു ചിന്തിച്ചിരുന്നത് എങ്കിൽ നിങ്ങൾ ഇന്ന് ഭൂമിയിലില്ല. ഒരു ആത്മാവിന് ഈ ഭൂമിയിലേക്ക് വരണമെങ്കിൽ ഒരു ശരീരം വേണം. ഒരു ശരീരം വേണമെങ്കിൽ അതിന് ആ ശരീരത്തെ ഏറ്റെടുക്കാൻ ഒരു മാതാപിതാക്കൾ വേണം. ഈ മാതാപിതാക്കളാണ് നിങ്ങൾക്കൊരു ശരീരത്തിന് വേണ്ടിയിട്ടുള്ള സഹനം ചെയ്തത്. അവർ ശാരീരികമായ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. അവരുടെ പല കാര്യങ്ങളും അവർ മാറ്റി വെച്ചിട്ടാണ് ഒരു കുഞ്ഞിനിവിടെ ജന്മം നൽകുന്നത്. ഒരു കുഞ്ഞ് വളർന്ന് വലുതായി മുതിർന്ന് ഒരു ജോലി എത്തുന്നിടം വരെ ആ മാതാപിതാക്കളും ആ സമൂഹവും ആ സർക്കാരും ആ സംവിധാനങ്ങളുമാണ് അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ജോലി ചെയ്യാൻ പ്രാപ്തിയായി സ്വന്തമായി വരുമാനമായി കഴിയുമ്പം എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ സന്തോഷം, എൻ്റേത് എന്നുള്ള ആ ഒരു തോന്നലിൽ നിങ്ങൾ ഒന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കണം. ഞാൻ ഇവിടം വരെ എത്താൻ കാരണക്കാരായ കുറേ ആൾക്കാരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? എന്നെ ഈ നിലയിൽ എത്തിച്ച അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നിങ്ങൾ സംരക്ഷിക്കണം. നിങ്ങൾക്ക് സമൂഹത്തിനോടും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അതും നിങ്ങൾ നിറവേറ്റണം. ഇന്ന് കല്യാണം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തോട് തന്നെ താല്പര്യമില്ലാതെ മറ്റു പല റിലേഷൻഷിപ്പുകളും അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത പല റിലേഷൻഷിപ്പുകളും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ടൊരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ അന്നേരത്തെ ആവശ്യങ്ങൾ നടന്നു പോകുമെന്നുള്ളതല്ലാതെ അതുകൊണ്ടൊരു നല്ല തലമുറയെ നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വേണം പുതിയ തലമുറയെ സൃഷ്ടിക്കാനായിട്ട്. ഇപ്പം ഈ പുതിയ പഠനങ്ങൾ അനുസരിച്ച് സ്കൂളുകളിൽ പുതിയ അഡ്മിഷൻ്റെ അളവുകൾ കുറവാണ്. പുതിയ കുട്ടികൾ ചേരുന്നത് കുറവാണ്. എന്തുകൊണ്ടാണ്? കല്യാണം കഴിക്കുന്നില്ല, അവർക്ക് കുട്ടികളെ വേണ്ട. ഈ കാരണം കൊണ്ട് കുട്ടികളുടെ അളവ് കുറഞ്ഞു. സ്കൂളിൽ കുട്ടികളിപ്പോൾ കുറവാണ്. പുതിയ അഡ്മിഷനിലൊക്കെ കുട്ടികൾ കുറവാണ്. അപ്പം പുതിയ തലമുറ എന്താ ചെയ്യേണ്ടത്? അവർ ജോലിയായി അവരൊരു സെറ്റിലായി കഴിഞ്ഞാൽ അവർ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് അവസാനിക്കാനുള്ളതല്ല. നിങ്ങൾ സമൂഹത്തെ സൃഷ്ടിക്കേണ്ടി വരും. നിങ്ങൾക്ക് മുന്നേ ഉള്ള തലമുറ ഈ രീതിയായിരുന്നു ചിന്തിച്ചിരുന്നത് എങ്കിൽ നിങ്ങൾ ഇന്ന് ഭൂമിയിലില്ല. അപ്പം നിങ്ങൾ ഈ രീതിയിൽ ചിന്തിച്ചാൽ ഇനിയൊരു തലമുറ ഉണ്ടാവുക തന്നെയില്ല. ഇനിയും ഈ ഭൂമിയിൽ പലരും വരാനുണ്ട്. പല കുഞ്ഞുങ്ങൾക്കും ഈ ഭൂമിയിൽ വരാനുള്ള അവസരങ്ങളുണ്ട്. അവർക്ക് വേണ്ട നല്ല മാതാപിതാക്കളെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക.